നീറ്റ് പരീക്ഷയിൽ കേന്ദ്രത്തിന് എൻടിഎക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ചെറിയ വീഴ്ചകൾ പോലും അംഗീകരിക്കാനാവില്ല എന്ന് സുപ്രീംകോടതി. ഹർജികൾ ജൂലൈ 8-ന് വീണ്ടും പരിഗണിക്കും. ഷപ്ന സേതുണ്ട്. ഷപ്ന, ഈ നീറ്റ് പരീക്ഷയിലെ ചെറിയ വീഴ്ചകൾ പോലും അംഗീകരിക്കാനാവില്ല എന്നാണ് സുപ്രീംകോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. ഇന്ന് കോടതി നടപടികൾ എത്തരത്തിലായിരുന്നു? സേതുലക്ഷ്മി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ പരിഗണനയിലുണ്ട്. ഇപ്പോൾ ഇന്ന് ചില ഹർജികൾ, ഈ വിദ്യാർത്ഥികൾ നൽകിയ ചില ഹർജികൾ ഇന്ന് കോടതിയുടെ മുമ്പാകെ വന്നു. അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചത്. ജസ്റ്റിസ് വിക്രംനാഥ്, എസ്.വി. ഭട്ടി അടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പരീക്ഷയിൽ കൃത്രിമം കാണിച്ച് ഡോക്ടറാകുക എന്നത് സമൂഹത്തിന് അപകടകരമാണ് എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വലിയ മത്സരാധിഷ്ഠിതമായ പരീക്ഷയാണ്. ഇതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകളാണ് കുട്ടികൾ നടത്തുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇതിന് കഠിനാധ്വാനം എന്ത് എന്നത് വിധികർത്താക്കൾക്ക് ബോധ്യമുണ്ടാകണം. അത്തരത്തിൽ ബോധ്യത്തോടു കൂടി വേണം ഇത്തരത്തിൽ ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്താൻ. ചെറിയ വീഴ്ചകൾ പോലും അംഗീകരിക്കാനാവില്ല. അതുപോലെ കോടതി വ്യക്തമാക്കിയത് 0% നെഗ്ലിജൻസ് പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ്. എന്തായാലും എൻടിഎക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ വിശദീകരണം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജൂലൈ 8-ന് മറ്റ് ഹർജികൾ കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ ഈ ഹർജികളും പരിഗണിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി വിദ്യാർത്ഥികൾ സുപ്രീം കോടതി. ശരി ഷബ്ന, എന്താണെങ്കിലും നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പോലും പറഞ്ഞിട്ടുണ്ട്. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ നടപടി അത് ഏറെ നിർണായകം തന്നെയാണ്. ശരി ഷബ്ന.